മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ ചോദിച്ചു, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. 2019 കാര്യങ്ങളാണ് SIT ചോദിച്ചത് എന്നൊക്കെയാണ് കടകംപള്ളി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിലൊരു വ്യക്തതയുണ്ടോ, അതോ കടകംപള്ളിക്ക് കുരുക്ക് മുറുകുകയാണോ? കടകംപള്ളിക്ക് ഇതൊരു കുരുക്കാകുമോ എന്നാണ് കൂടുതലും ആൾക്കാരും ചാനലുകാരും പത്രക്കാരും ഒക്കെ ചോദിക്കുന്നത്. കടകംപള്ളിക്ക് തീർച്ചയായിട്ടും ഇതൊരു കുരുക്ക് തന്നെയാണ്. കാരണം അതിനകത്തിന് മോചനമില്ല. ശബരിമലയിലെ കൊള്ളകളെപ്പറ്റി മനസ്സിലാക്കിയ ഒരു മന്ത്രിയാണെങ്കിൽ അത് നിയന്ത്രിക്കാനും അവർക്കെതിരായിട്ട് നടപടിയെടുക്കാനും കടകംപള്ളി ബാധ്യസ്ഥനായിരുന്നു. കടകംപള്ളി തൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിനകത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കാരണം ആ ശബരിമല കൊള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ ബാധ്യസ്ഥനാണ് കടകംപള്ളി. അതറിഞ്ഞിട്ട് അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കടകംപള്ളിയും സമാധാനം പറയേണ്ടി വരും. പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കടകംപള്ളിയുടെ റോള് അത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളും ഒക്കെ. അവിടുത്തെ സ്റ്റാഫെല്ലാം ശബരിമലയിലെ എല്ലാ പ്യൂണ് മുതൽ തന്ത്രി വരെയുള്ള കാര്യങ്ങൾ ദേവസ്വം മന്ത്രിയുടെ കീഴിൽ തന്നെയാണ്. അവിടെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതിനെതിരായി ആ കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ തീർച്ചയായിട്ടും കടകംപള്ളി ബാധ്യസ്ഥനാണ്. കടകംപള്ളി ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതുകൊണ്ട് കടകംപള്ളിക്ക് ഇതിനകത്തൊരു മോചനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല.